നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം 3 മേജർ കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, IT ഭീമനായ ഇൻഫോസിസ്, ബാങ്കിംഗ് സെക്ടറിൽ നിന്നുള്ള ആക്സിസ് ബാങ്ക്, ഇങ്ങനെ വലിയ വലിയ കമ്പനികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ആദ്യം വരാം. 2 മാസത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു റാലി നടത്തിയിരിക്കുകയാണ് US മാർക്കറ്റുകൾ. ഡൗ ജോൺസ് 1.65% ഉയർന്നു, S&P 500 1.83% ഉയർന്നു, നാസ്ഡാക്ക് 2.45% ഉയർന്നത്. ഇന്നലത്തെ നേട്ടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ പുറത്തു വന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റയായിരുന്നു. ഉയർന്ന ഊർജ്ജ ചെലവ് കാരണം ഉപഭോക്തൃ വില 9 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി തൊഴിൽ വകുപ്പ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കോർ ഇൻഫ്ലേഷൻ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവ് സൂചിപ്പിച്ചതുപോലെ അത്ര വലിയൊരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ അല്ല US ഉള്ളത് എന്നാണ് ഇന്നലത്തെ ഡാറ്റയോടുകൂടി പുറത്തു വന്നത്. ഇന്നലത്തെ ഈ CPI ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം അവിടെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 2% ഇടിഞ്ഞു. കൂടാതെ ഡോളർ ഇൻഡെക്സും ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇതൊക്കെ കൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത കൂടുതലായി ഉയർന്നു എന്ന് CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നു. ഇന്നലത്തെ റാലിയിൽ വലിയ പങ്കുവഹിച്ച സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബാങ്കിംഗ് സെക്ടർ ആയിരുന്നു മേജറായി കോൺട്രിബ്യൂട്ട് ചെയ്തത്. JP മോർഗൻ 2% ഉയർന്നു, വെൽഫാർഗോ 6.7% നേട്ടമുണ്ടാക്കി, ഗോൾഡ്മാൻ സാച്ചസ് റിസൾട്ടുകൾക്ക് ശേഷം 6% ഉയർന്നു. ഇന്ന് ഇന്ത്യയിൽ ബാങ്കിംഗ് സെക്ടർ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ബാങ്കിംഗ് സെക്ടർ നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക് 0.84% ഉയർന്നു, HDFC ബാങ്ക് 1.08% നേട്ടവും ഉണ്ടാക്കി. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ടെക് സൈഡ് തന്നെയായിരുന്നു. ഇൻഫോസിസ് 1.69% ഉയർന്നു, വിപ്രോ 1.18% ഉയർന്നു, ഡോക്ടർ റെഡ്ഡി 0.39% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്ന മറ്റൊരു അസറ്റ് ക്ലാസ് ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ തന്നെയായിരുന്നു. $1,00,000 വീണ്ടും ടച്ച് ചെയ്തിരിക്കുന്നു. 2 ദിവസം മുൻപ് $90,000 ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും 1,00,000 കുതിച്ചുയർന്നിരിക്കുകയാണ്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.6% നേട്ടമുണ്ടാക്കി. ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 58,720 രൂപയാണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം 135 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കൂടാതെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള 2 കമ്പനികളുടെ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മത്സരം വളർന്നു വരുന്നതിനനുസരിച്ച് ഭക്ഷണ കിഴിവുകൾ കുറയ്ക്കാൻ സ്വിഗ്ഗിയും സൊമാറ്റോയും തയ്യാറെടുക്കുന്നു. സ്വിഗ്ഗിയും സൊമാറ്റോയും ഫുഡ് ഡിസ്കൗണ്ടുകൾ വെട്ടിക്കുറച്ചേക്കും. പെട്ടെന്നുള്ള വാണിജ്യത്തിൽ മത്സരം ശക്തമാകുന്നതിനിടയിൽ സുസ്ഥിരമായ വില നിർണ്ണയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി സ്വിഗ്ഗിയും സൊമാറ്റോയും ഭക്ഷണ വിതരണത്തിലുള്ള കിഴിവുകൾ കുറയ്ക്കുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത്. സൗജന്യ ഡെലിവറികളുടെ ദൂരം 10 കിലോമീറ്ററിൽ നിന്ന് 7 കിലോമീറ്ററായി കുറച്ചു. ഏതായാലും ഈ ഒരു വാർത്ത വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ് ഈ കമ്പനികളെ സംബന്ധിച്ച്. കാരണം അവരുടെ ഡിസ്കൗണ്ടുകൾ കുറയ്ക്കുന്നതിലൂടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയ മറ്റൊരു വാർത്ത കൂടിയുള്ളത് കയറ്റുമതി ഇടിഞ്ഞിട്ടും ഡിസംബറിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി കുറഞ്ഞു. നവംബറിലെ $31.8 ബില്യൺ നിന്ന് 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $21.9 ബില്യൺ താഴ്ന്നു. ഡിസംബറിലെ കയറ്റുമതി പ്രതിവർഷം 1% കുറഞ്ഞ് $38.01 ബില്യൺ ഇനി ഇയർ ഓൺ ഇയറിലെ കണക്ക് നോക്കിയാൽ ഒരു വർധനവ് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വ്യാപാര കമ്മി 14% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും വ്യാപാര കമ്മി കുറഞ്ഞത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കൂടാതെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞതും പോസിറ്റീവായി തന്നെ കാണാം. പക്ഷേ എക്സ്പോർട്ടിൽ ഒരു ഇടിവ് വന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഇന്ന് റിസൾട്ട് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, ആക്സിസ് ബാങ്ക്, LTI മൈൻട്രി, അലോക് ഇൻഡസ്ട്രീസ്, ഹാവൽസ് ഇന്ത്യ, ബനസാലി എഞ്ചിനീയറിംഗ് പോളിമേഴ്സ്, DB കോർപ്പ്, ഹഡ്സൺ അഗ്രോ പ്രൊഡക്റ്റ്, കേശോറാം ഇൻഡസ്ട്രീസ്, മാസ്റ്റാക്, മെട്രോ ബ്രാൻഡ്സ്, മുദ്ര ഫിനാൻഷ്യൽ സർവീസസ്, പ്ലാസ്റ്റി ബ്രാൻഡ്സ് ഇന്ത്യ, ഷീമാരു എന്റർടൈൻമെന്റ്, സ്പെൻസേഴ്സ് റീറ്റെയിൽ, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി, വാരി റിന്യൂവബിൾ ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികളുടെയാണ്. അടുത്തതായി ഇന്നലെ റിസൾട്ട് പുറത്തു വന്ന കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 13.66% വർധനവ് രേഖപ്പെടുത്തി. 414.9 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് പ്രീമിയത്തിൽ
ഒരു വർധനവുണ്ടായിട്ടുണ്ട്. 10% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 16,771.3 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രീമിയം ഉള്ളത്. നെറ്റ് കമ്മീഷനിൽ 55.1% വർധനവ്, നല്ല ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടൽ ആനുവൽ പ്രീമിയം ഇക്വലന്റ് APEയിൽ 11.9% വർധനവുമുണ്ട്. അടുത്തത് L&T ടെക്നോളജി സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.87% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നിരിക്കുന്നത്. 322.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.1% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ രേഖപ്പെടുത്തി. 2,653 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 8.8% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് സിയറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 46.5% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 97.1 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.4% വർധനവ് രേഖപ്പെടുത്തി. 3,300 കോടി രൂപയിൽ റവന്യൂ ഉണ്ട്. എബിറ്റയിൽ 18.3% ഒരു ഇടിവും വന്നു. സിയറ്റിനെ സംബന്ധിച്ച് ഒരു മോശം റിസൾട്ട് തന്നെയായിരുന്നു. മറ്റൊരു നല്ല റിസൾട്ട് കൊണ്ടുവന്ന കമ്പനി ട്രാൻസ്റെയിൽ ലൈറ്റ്നിങ് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 19.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 55.1 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 11.4% വർധനവ്, എബിറ്റയിൽ 16.2% വർധനവും രേഖപ്പെടുത്തി. അടുത്തത് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 27% ഇടിവാണ് വന്നിരിക്കുന്നത്. 541.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.9% ഇടിവ് രേഖപ്പെടുത്തി. 1,715.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി നമ്മൾ പറയുന്ന ഒരു കമ്പനി ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. പഞ്ചാബ് ആൻഡ് സിൻഡ് ബാങ്ക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 146.7% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 282 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 27% വർധനവും, പ്രീ പ്രൊവിഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 74.7% വർധനവും, പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 109.3 കോടി രൂപയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 96.3 കോടി രൂപയായിരുന്നു. അടുത്തത് RVLനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. BSNL നിന്നും 3,622 കോടി രൂപയുടെ ഒരു ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് RVNLന് ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കല്യാൺ ജ്വല്ലേഴ്സ്, മണപ്പുറം ഫിനാൻസ്, ആർത്തി ഇൻഡസ്ട്രീസ്, ഏഞ്ചൽ വൺ, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, L&T ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓപ്ഷൻസിനെ കുറിച്ച് വലിയ ധാരണയില്ലാതെ ഒരുപാട് പേർ അതിൽ പണം കളയുന്നുണ്ട്. വളരെ ബേസിക് ആയ കാര്യങ്ങൾ പോലും അറിയാതെ ഏത് സ്ട്രൈക്കാണ് എടുക്കേണ്ടത്, ITM ആണോ OTM ആണോ, ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, സെല്ലേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയി തന്നെ അറിയാതെ ഒരുപാട് പേർ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പക്ക ബേസിക് ആയിട്ടുള്ള ഓപ്ഷന്റെ കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ഒരു 4 ക്ലാസ്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. വെറും 4 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഓപ്ഷൻസിൽ നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആദ്യ ബാച്ചിൽ വെറും 25 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സീറ്റുകൾ പരമാവധി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. തൊട്ടുമുകളിലുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIA ആക്ടിവിറ്റിയിലേക്കാണ്. 4,533 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്തത്. DIS ആവട്ടെ 3,682 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ സെല്ലിങ്ങിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അടുത്തതായി നമുക്ക് ഏഷ്യൻ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാം. ആദ്യം ഇന്നലെ പുറത്തു വന്ന US നിന്നുമുള്ള CPI ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് ശേഷം ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇടിവിലായിരുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.49% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 1.03% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ. തായ്വാൻ മാർക്കറ്റ് 2.01% നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 1.19% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,403 എന്ന നിലയിലാണ്. 141 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 135 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇന്നലെ പുറത്തു വന്ന ഓയിൽ ഇൻവെന്ററി ഡാറ്റയ്ക്ക് ശേഷം വീണ്ടും ഓയിൽ പ്രൈസുകൾ 2.5% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $82.25 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.28% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $78.90 പെർ ബാരൽ എന്ന നിലയിൽ 0.24% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. അടുത്തതായി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളും ഇപ്പോഴത്തെ മേജർ ആയിട്ടുള്ള സോണുകളും ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്.
നിഫ്റ്റി 23,217 37 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോണിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 23,200 മുതൽ 23,360 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ലെവൽ തന്നെയാണ്. ഇതിനുള്ളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു ഡയറക്ഷൻ തീരുമാനിക്കുന്ന മൂവ് തന്നെയായിരിക്കും ഇവിടെ നിന്നും ഉണ്ടാവുക. അപ്സൈഡിൽ 200 EMA ഉള്ളത് 23,630 ലെവലിലാണ്. ഇനി അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ 23,340 ആണ്. തിങ്കളാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള ലെവൽ അതാണ്. ഈ തിങ്കളാഴ്ചത്തെ ഹൈയും കൂടാതെ ഈ ഒരു സോണും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 23,600 650 ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവൽ തിങ്കളാഴ്ചത്തെ ലോ ആയിട്ടുള്ള 23,044 തന്നെയാണ്. അടുത്തതായി നിഫ്റ്റിയുടെ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 23,200 സ്ട്രൈക്കിൽ 50% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ 66% ഒരു വർധനവാണ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. 23,150 സ്ട്രൈക്കിൽ 64% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാമെങ്കിൽ 68% മാത്രം വർധനവാണ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. 23,250 സ്ട്രൈക്കിൽ 22% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാം. 179% കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് ചെറിയൊരു മുൻതൂക്കമുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,300 ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,200, അതിനുശേഷം 23,000 സ്ട്രൈക്കും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,200ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,751 വെറും 22 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി മറ്റൊരു സെഷനിൽ കൂടി ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആയിരിക്കുന്നത്. അത് ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി ആണെങ്കിലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ബിയറിഷ് ആയി തന്നെ തുടരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുള്ളത് 49,000 തന്നെയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഇന്നലെയും തുടർച്ചയായിട്ട് 2 ദിവസവും ഈ 49,000 എന്ന ഏരിയ അവിടെ നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയുണ്ടായി. അവിടെ നിന്നും ആണ് ബാങ്ക് നിഫ്റ്റി വീണ്ടും ഒരു റിവേഴ്സലിലേക്ക് പോയത്. അതായത് ആദ്യം 49,000 ക്ലിയർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരുപക്ഷെ 49,650 എത്താനുള്ള സാധ്യതകളുണ്ട്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,287 ആണ്. ചൊവ്വാഴ്ചത്തെ ഡൗൺ ആയിട്ടുള്ള ലെവലും ഏകദേശം ആ ഒരു സോണിൽ തന്നെയാണുള്ളത്. ഇന്ത്യ വിക്സിലേക്ക് 15.30 1.13% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി 15 മുകളിലായതുകൊണ്ട് തന്നെ ബുൾസിന് അത്ര നല്ലൊരു സമയമായിട്ടല്ല ഇപ്പോൾ കാണപ്പെടുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് ആണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത് ഇവിടെ ഷെയർ ചെയ്യുന്നതും. ഇനി നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തത് OI പൾസ് എന്ന സൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ലിങ്ക് വഴി അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരിക്കലും അതൊരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.